എന്താണ് റോബോട്ടിക് സർജറി? ഈയിടെയായിട്ട് ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ് റോബോട്ടിക് സർജറി എന്താണെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ഡൗട്ടിന് ഒരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് റോബോട്ടിക് യൂട്രസ് റിമൂവൽ, റോബോട്ടിക് ഹിസ്റ്ററക്ടമിയാണ്. അതിന് മെയിനായിട്ട് 3 പോർഷൻസ് ആണുള്ളത്. ഒന്ന് പേഷ്യൻ്റ് സൈഡ്, പേഷ്യൻ്റ് ഇവിടെ കിടക്കുന്നതായിരിക്കും. എന്നിട്ട് പേഷ്യൻറ്റിലേക്ക് നമ്മൾ ഒരു റോബോട്ടിക് ആംസ് അറ്റാച്ച് ചെയ്യും, which is this behind robotic arms. അതുകൂടാതെ പേഷ്യൻ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ചാനൽ, ദാറ്റ് ഇസ് റോബോട്ടിക് കൺസോൾ. ഈ 3 ഭാഗങ്ങളുമാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. സോ പേഷ്യൻ്റ് അനസ്തീസിയ കൊടുത്തതിന് ശേഷം നമ്മൾ റോബോട്ടിക് ആംസ് അറ്റാച്ച് ചെയ്യാനുള്ള ഓരോ പോർട്സ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലൂടെയാണ് നമ്മൾ ക്യാമറ, ബാക്കിയുള്ള സിസേഴ്സ്, അങ്ങനത്തെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ റോബോട്ടിക് ആംസ് എല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കത് മോണിറ്ററിൽ കാണാൻ പറ്റും അകത്ത് എന്താണെന്നുള്ളത്. ഇനി മെയിൻ സർജൻസ് കൺസോളിലേക്ക് മൂവ് ചെയ്യാം നമുക്ക്. സോ ഇതാണ് സർജൻസ് കൺസോൾ. നമുക്ക് ആ മോണിറ്ററിൽ കാണുന്നത് ഒരു 10 times വലുതായിട്ട് നമുക്ക് ഇതിലൂടെ നോക്കിയാൽ കാണാൻ പറ്റും. സോ നമ്മളിപ്പം സർജറി ചെയ്യാൻ തുടങ്ങും. ഇനി ഇവിടെ ഞാനിത് കൺട്രോൾ ചെയ്യാൻ പോകുന്നു. എൻ്റെ ഈ കൺട്രോൾ അനുസരിച്ചിരിക്കും അവിടെ റോബോട്ടിക് ആംസ് പേഷ്യൻ്റെ അകത്ത് മൂവ് ചെയ്യുന്നത്. ഇതിനകത്തുള്ള റോബോട്ടിക് ഇൻസ്ട്രുമെന്റിന്റെ ഈ ആംസ് എന്ന് പറയുന്നത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. ഒരു 360 ഡിഗ്രി മൂവ്മെന്റ്സിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ സാധാരണ ലാപ്രോസ്കോപ്പിക് സർജറിയിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെടാനും അതുപോലത്തെ ഡിഫിക്കൽട്ട് സർജറീസിനൊക്കെ കുറച്ചും കൂടെ നല്ലതായിരിക്കും റോബോട്ടിക് സർജറീസ്. അതുപോലെ തന്നെ ബ്ലഡ് കൺട്രോൾ ഭയങ്കര നല്ലതാണ്. അതുകൊണ്ട് തന്നെ കമ്പയർഡ് ടു ലാപ്രോസ്കോപ്പി ബ്ലീഡിങ് വളരെ കുറവായിരിക്കും റോബോട്ടിക് സർജറീസിൽ. റോബോട്ടിക് സർജറിയുടെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർജറി കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ റിലേറ്റീവ്ലി കുറവായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ തിരിച്ചുള്ള റുട്ടീൻ ആക്ടിവിറ്റീസിലേക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാൻ പറ്റും. ബിക്കോസ് സർജറിയുടെ പ്രിസിഷൻ, അതെ, വളരെ പ്രിസൈസ് സർജറി ആയതുകൊണ്ട് തന്നെ ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് സർജറി ആൻഡ് കോംപ്ലിക്കേഷൻസും നമുക്ക് ഒരുപാട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ ഓപ്പൺ സർജറീസ് മാത്രമേ നമുക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇയേഴ്സ് പാസ് ബൈ, സമയം കഴിയുന്നതോറും നമുക്ക് കീഹോൾ ലാപ്രോസ്കോപ്പിക് സർജറീസ് ഡെവലപ്പായി. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ചും കൂടെ ടെക്നോളജി ഒക്കെ അഡ്വാൻസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് റോബോട്ടിക് സർജറീസ് ആണ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി വൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. റോബോട്ടിക് സർജറി എങ്ങനെയാണെന്നൊരു ഐഡിയ കിട്ടി കാണുമല്ലോ. ഇനി ഉണ്ടാകുന്ന ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ ആർക്കാണ് ഈ റോബോട്ടിക് സർജറി ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ്. സാധാരണ കീഹോൾ ചെയ്യുന്ന എല്ലാ കേസിനും നമുക്ക് റോബോട്ടിക് ചെയ്യാവുന്നതാണ്. ആൻഡ് സ്പെഷ്യലി എൻഡോമെട്രിയോസിസ് പോലുള്ള ഡിഫിക്കൽട്ട് കേസസിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ എല്ലാ ഹോസ്പിറ്റൽ